തീരുമാനമെടുത്തത്. അങ്ങനെ ആ മരണമുണ്ടായി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ബിനു എന്ന വ്യാപാരി കോട്ടയത്ത് ബാങ്കിന്റെ നടപടി മൂലം ആത്മഹത്യ ചെയ്തു. ആ വ്യാപാരിയുടെ അവസ്ഥ എന്തായിരുന്നു? ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതിനെല്ലാം ഏകോപന സമിതിയാണ് കൂടുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതാണ് ടി നസറുദ്ദീൻ എനിക്ക് 2017 സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം തന്നുണ്ട്. നീ സംഘടനയ്ക്ക് വേണ്ട തരത്തിൽ പ്രവർത്തിച്ചോളൂ, അതിനെല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ബിനുവിന്റെ മരണത്തോടുകൂടി എൻ്റെ മനസ്സിൽ ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകണം, ഇതിനെതിരെ ഒരു പോരാട്ടം ഉണ്ടാകണം. 2017 ഞാൻ ആരംഭിച്ച ആ പ്ലാനിങ് എന്തായിരുന്നു? നമ്മൾ എന്തുകൊണ്ടിന്ന് തകർച്ചയിലേക്ക് പോകുന്നു? നമ്മൾ എന്തുകൊണ്ട് ഈ അവസ്ഥയിലേക്കാകുന്നു? 1981 CM ജോർജിന്റെ നേതൃത്വത്തിൽ ഈ സംഘടന രൂപീകരിക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. എന്തായിരുന്നു ആ സാഹചര്യം? നമ്മുടെ മേഖലയിൽ ഒരു ജനങ്ങൾക്ക് വാങ്ങൽ ശേഷി വർദ്ധിക്കുകയും വ്യാപാരം ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. തൊഴിലാളികളുമായി നമ്മൾ ഒറ്റക്കെട്ടിട്ട് മല്ലടിക്കാൻ പറ്റാതായി. അവിടെ നമ്മൾ നമ്മുടെ സംഘശക്തി രൂപീകരിച്ചേ പറ്റൂ എന്ന് വന്നു. അങ്ങനെയാണ് CM ജോർജ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സംഘടന രൂപീകരിച്ചത്. ആ സംഘശക്തി, ആ തൊഴിലാളി സംഘടനയെ നമുക്ക് മുട്ടുമടക്കാൻ സാധിച്ചു. നമ്മുടെ സംഘശക്തിയുടെ ഇതാണ്. അതുപോലെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കടയിൽ കയറിയത് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. ഇതൊക്കെ നമ്മുടെ സംഘശക്തികൾ കൊണ്ടാണ്. എന്നാൽ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇന്നെന്താണ് അവസ്ഥ? ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ വ്യാപാരം കുറയുന്നു. പല വ്യാപാരികളും ആത്മഹത്യ ചെയ്തു. ഇവരുടെയൊക്കെ ആത്മഹത്യയുടെ പിന്നിൽ സർക്കാർ മാത്രമല്ല, കോർപ്പറേറ്റുകളാണ്, രാജ്യത്തെ നിയമമാണ്. ഇനിയും 100 കണക്കിന് വ്യാപാരികൾ ആത്മഹത്യ ചെയ്യും. അതൊഴിവാക്കാനുള്ള പോരാട്ടം 2017 ഈ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്